ഇനി ആർക്കാണ് പിടിവീഴാൻ പോകുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്ത അറസ്റ്റ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ എ പത്മകുമാറിന്റേതാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പത്മകുമാറിന് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി ഈ മാസം 20-ന് അവസാനിക്കുകയാണ്. അവശേഷിക്കുന്ന 9 ദിവസത്തിനുള്ളിൽ കൂടുതൽ വേഗതയാർന്ന നടപടികൾ തന്നെ പ്രതീക്ഷിക്കാം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിന് SIT നോട്ടീസ് നൽകിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് വേഗത്തിൽ ഹാജരാകണം എന്നുള്ളതാണ് നോട്ടീസിലെ ഉള്ളടക്കം. നേരത്തെ ലഭിച്ച നോട്ടീസിന് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹാജരാകാതിരിക്കുകയാണ് ഉണ്ടായത്. 2019-ലെ ബോർഡ് അംഗങ്ങൾ മുഴുവൻ കേസിൽ പ്രതിയായിട്ടുള്ള പശ്ചാത്തലത്തിൽ എ പത്മകുമാറിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങില്ല. മറിച്ച് KT ശങ്കർദാസ്, അതോടൊപ്പം തന്നെ വിജയകുമാർ എന്നിവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കാര്യം എത്തും. എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയതിന് സമാനമായ നടപടികൾ തന്നെയാണ് ഇവിടെയും പ്രതീക്ഷിക്കുന്നത്. അതേസമയം ശബരിമല ശ്രീകോവിൽ കട്ടളപ്പാളിയിലെ സ്വർണം കവർ ചെയ്തെന്ന കേസിൽ SIT അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തി. അടുത്തപടിയായി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിലും സമാന വകുപ്പ് ഉൾപ്പെടുത്തും. ഇതോടെ കേസുകൾ റാന്നി കോടതിയുടെ പരിധിയിൽ നിന്നും കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിധിയിലേക്ക് മാറും. ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണ് പുതിയ വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്തുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.